നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 വിപുലമായ പരിപാടികളോടെ ആചരിക്കും. രാവിലെ 10 കൊടുങ്ങല്ലൂർ ചേരമാൻ മൈതാനത്തിന് കിഴക്കുവശത്ത് പുതുതായി പണികഴിപ്പിക്കുന്ന ഹോസ്പീസ് കെട്ടിടത്തിന്റെ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ ഫലവൃക്ഷങ്ങളും തണൽ മരങ്ങളും നടും. ചടങ്ങിൽ സെന്ററിന്റെ അഭ്യുദയകാംക്ഷികളും പ്രവർത്തകരും സ്റ്റാഫും അടങ്ങുന്നവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് കെ എ ഖദീജാബി, സെക്രട്ടറി ഇ വി രമേശൻ, ട്രഷറർ CS തിലകൻ എന്നിവർ അറിയിച്ചു. ആൽഫ ചാലക്കുടി സെന്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചേരും. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് പ്രോഗ്രാം നറുക്കെടുപ്പിൽ സമ്മാനർഹരായിട്ടുള്ളവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ ഈ യോഗത്തിൽ വിതരണം ചെയ്യും. കൂടാതെ മെയ് മാസത്തെ പ്രവർത്തനവും നിർമ്മാണം നടക്കുന്ന സെന്റർ കെട്ടിടത്തിന്റെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യുമെന്ന് സെക്രട്ടറി ഉഷാദേവി അറിയിച്ചു. ആൽഫ തറവാട്ടിൽ എല്ലാ ബുധനാഴ്ചകളിലും നടന്നുവരുന്ന നഴ്സുമാർക്കുള്ള പരിശീലന പരിപാടിയിലെ 9ാമത്തെ ക്ലാസ് നാളെ നടക്കും. പരിശീലനാർത്ഥികൾ കൃത്യസമയത്ത് പങ്കെടുക്കണമെന്നും സെന്ററുകൾ ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തണമെന്നും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു അറിയിച്ചു. ലയൺസ് ക്ലബ് ആൽഫ പാലിയേറ്റീവ് കെയർ മാള സെന്ററിന് 2 വീൽ ചെയറുകൾ വിതരണം ചെയ്തു. സെന്ററിൽ നടന്ന പരിപാടിയിൽ ലയൺസ് ക്ലബിനെ പ്രതിനിധീകരിച്ച് ലിയോ കൊടിയൻ, പീറ്റർ പോൾ എന്നിവർ സെന്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ്, മുൻ പ്രസിഡന്റ് എ അഷ്റഫ് എന്നിവർക്ക് വീൽചെയറുകൾ കൈമാറി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.